കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം അരീക്കോട് ഒരു മലയുടെ മുകളിൽ ആദിവാസി നഗറിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും അവരെ കൊണ്ടുപോകാൻ മലപ്പുറത്തെ TDRFന്റെ സഹായം പോലീസ് തേടുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അവരെ കൃത്യമായി അവരുടെ മൃതദേഹം അടക്കം ചെയ്യുകയൊക്കെ ചെയ്തത്. അത്തരത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു സംഘടനയാണ് TDRF. അത് മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നിന്നാണ് TDRFന്റെ ഉത്ഭവം. അത് പിന്നീട് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല സംസ്ഥാന തലത്തിലൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ശ്രമവുമാണ് TDRF നടത്തുന്നത്. പൊതുവെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ ഒരു ദിവസം ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ സഹായമായൊക്കെ ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ ഇവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും സഹായങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാറുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മലപ്പുറത്തെ TDRFന്റെ ആളുകളുമായി സംസാരിക്കുന്നത്. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു സംഘമാണ് ഈ TDRF എന്ന് പറയുന്നത്. ഇപ്പോൾ TDRFന്റെ സ്ഥാപകനും സംസ്ഥാന കോർഡിനേറ്ററുമായ ഉമറലി ഷിഹാബ് മീഡിയാവോടൊപ്പം ചേരുകയാണ്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ ദുരന്തങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദുരന്ത സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളൊക്കെ വരുന്നത്. ഇതിനെന്തെങ്കിലും സാമ്പത്തികം ലഭിക്കാറുണ്ട്? ഈ സന്നദ്ധ സേവന രംഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൽ സാമ്പത്തികമായി ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ മേഖലയിലേക്ക് പോകുന്നത്. പലർക്കും പല ലഹരികളുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരുടെ ലഹരി എന്ന് പറയുന്നത് നല്ല മനസ്സിന്റെ ഉടമകളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചാണ്. ഒരു പാവപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള ആ ഒരു നല്ല കാരുണ്യം നിറഞ്ഞ ആ ഒരു പുഞ്ചിരി, അത് ഞങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ലഭിക്കുന്നതിന് തുല്യമായ ഒരു പ്രതിഫലമായിട്ടാണ് കരുതുന്നത്. ആ രീതിയിലുള്ള അവരുടെ നല്ല പ്രാർത്ഥനയും ആ നാട്ടുകാരുടെ അഭിനന്ദനങ്ങളും അടക്കം അത്തരം നല്ല ഒരു പുഞ്ചിരിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ പ്രതിഫലം കണ്ടെത്തുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒരു സഹായം ഒരു സംവിധാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറില്ല. ആ രീതിയിൽ സന്നദ്ധ വളണ്ടിയർമാർ ഒരു രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് വരുമ്പോൾ സ്വന്തം വാഹനത്തിൽ പെട്രോൾ അടിച്ച് ഭക്ഷണം കഴിച്ച് അവിടേക്ക് എത്തി സേവനം ചെയ്ത് തിരിച്ചു പോവുകയാണ് പതിവ്. എല്ലാതരം ദുരന്തങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തരം സേവനങ്ങളും TDRFന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ടല്ലോ. TDRFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മളതിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, ഒരു മനുഷ്യന് ആവശ്യമായ സന്നദ്ധ മേഖലയിൽ ആവശ്യമായ എന്താണ് അതെല്ലാം. ഇതിൽ ഞങ്ങൾ ആനിമൽ റെസ്ക്യൂ വളണ്ടിയർമാരുണ്ട്, റെയിൽവേ റെസ്ക്യൂ വളണ്ടിയർമാരുണ്ട്. ഞാൻ കോഴിക്കോട് ജനമൈത്രി പോലീസ്, റെയിൽവേ ജനമൈത്രി പോലീസിന്റെ കൺവീനർ കൂടിയാണ് ഞാൻ. അതോടൊപ്പം സീ റെസ്ക്യൂ ഉണ്ട്. മറ്റ് റോഡ് അപകടങ്ങൾക്കെതിരെ റോഡുകളിൽ നടക്കുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കടന്നൽക്കൂട് ഭീഷണിയാണ്, നിരവധി സ്കൂളുകളിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. സ്കൂൾ പരിസരത്ത് അല്ലെങ്കിൽ വീടുകൾക്ക് പരിസരത്ത് കടന്നൽക്കൂടുണ്ട്, അത് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി അതിനെ നീക്കം ചെയ്ത് കൊടുക്കുന്ന, എവിടെയെങ്കിലും പാമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറി കോഴിക്കൂട്ടിൽ കയറി എന്നൊക്കെ വിളികൾ വരുമ്പോൾ നമ്മുടെ വളണ്ടിയർമാർ പോയി സ്നേഹിക്കിനെ പിടികൂടി ഫോറസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് പതിവ്. ഇങ്ങനെ തെരുവ് നായകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള ഏകദേശം 10-12ഓളം ജില്ലകളിലെ ഡോഗ് വാക്സിനേഷൻ അടക്കം നമ്മുടെ വളണ്ടിയർമാർ സഹായം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എവിടെയെങ്കിലും ഈ തെരുവ് നായകൾ ആളുകളെ കടിച്ചിട്ടുണ്ടെങ്കിൽ, ഇളകി കടിച്ച നായകൾ നാടിന് വലിയ ഭീഷണിയായി നിൽക്കുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് നിരവധി വിളികളാണ് നമുക്ക് വരാറുള്ളത്. ആ സമയത്ത് ഞങ്ങൾ അതിനെ പോയി പിടികൂടി കൂട്ടിൽ അടച്ചു കൊടുക്കുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും TDRFന്റെ പ്രവർത്തനം ഇന്ന് സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ഇൻസിഡൻസുകൾ എന്തൊക്കെയാണ് നിങ്ങൾ? വലിയ ഇൻസിഡൻസ് ഇപ്പോൾ 2019 മുതലാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൊണ്ടോട്ടിയിലെ വിമാനാപകടത്തിൽ ഏകദേശം 59ഓളം വളണ്ടിയർമാർ അന്ന് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. അവർ കോവിഡ് കാലത്തായിരുന്നല്ലോ അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. അതിലെ പൈലറ്റിനെ എടുത്തിരുന്നത് കൊണ്ടോട്ടിയിൽ ആസിഫ് എന്ന് പറയുന്ന ഒരു വളണ്ടിയർ ആയിരുന്നു. അവിടെ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സേവനം അന്ന് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് ആരംഭിച്ചത് മുതൽ നമ്മൾ വളരെ വലിയ അണുനശീകരണം, വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കൽ, കൊണ്ടോട്ടി പോലീസ് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിന്റെ കീഴിലായിട്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുടെ കൂടെ റോഡിൽ പിക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിൽക്കുന്ന സമയത്ത് മാൻ പവർ കുറവായിരിക്കും. നമ്മുടെ വളണ്ടിയർമാരുണ്ടാവും. അവിടെ ടെന്റുകൾ കെട്ടി സ്ഥിരമായി അന്ന് 24 മണിക്കൂറും പരിശോധന നടക്കുന്നത് കൊണ്ട് തന്നെ മണിക്കൂറുകൾ നമ്മുടെ വളണ്ടിയർമാർ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താനൂർ ബോട്ട് അപകടത്തിൽ അന്ന് നമ്മുടെ 4 വളണ്ടിയർമാർ ആ ബോട്ടിൽ ഉണ്ടായതുകൊണ്ടാണ്
അത്ര ആളുകളെങ്കിലും ജീവനോടെ രക്ഷിക്കാനായിട്ടുള്ളത്. വയനാട് ദുരന്തത്തിലേക്ക് എത്തുമ്പോൾ വലിയ വലിയ സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ബെയിലി പാലം നിർമ്മാണം. ആ ബെയിലി പാലം നിർമ്മാണത്തിൽ കൃത്യമായി ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ TDRFനാണ് അവസരം ലഭിച്ചത്. അതിന് പ്രത്യേക പ്രശസ്തി പത്രമടക്കം അവർ നൽകിയിട്ടുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ജലാശയ അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ, മറ്റ് എല്ലാവിധ റെയിൽവേ അപകടങ്ങൾ, റെയിൽവേയിൽ തീവണ്ടി തട്ടി ആളുകൾ ഗുരുതരമായി ചിന്നിച്ചിതറി കിടക്കുന്ന സമയത്ത് അതിനെ പോയി കൃത്യമായി വാരി ഇൻക്വസ്റ്റ് നടപടികൾക്ക് തയ്യാറാക്കുന്നതിൽ നമ്മുടെ വളണ്ടിയർമാർ വലിയ സേവനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഴുകിയ മൃതദേഹങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ചാലിയാറിന്റെ തീരത്ത് 4 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം കാണപ്പെട്ടു. അപ്പോൾ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ഒരു സേവനം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വളണ്ടിയർമാർ വന്ന് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. ഇതിൽ TDRF മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇവർ നമുക്ക് ഫയർഫോഴ്സ് ട്രെയിനിങ് തന്ന ആളുകളുണ്ട്, പോലീസ് ട്രെയിനിങ് തന്ന ആളുകളുണ്ട്, NDRF ട്രെയിനിങ് തന്ന ആളുകളുണ്ട്, ആനിമൽ റെസ്ക്യൂ മൃഗസംരക്ഷണ വകുപ്പ് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട്, റെയിൽവേ ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ച വളണ്ടിയർമാരാണ് ഇതിനെയെല്ലാം നേതൃത്വം വഹിക്കുന്നത്. ഇപ്പം ഈ TDRFന്റെ രക്ഷാധികാരി നമ്മുടെ അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. കൃത്യമായൊരു ട്രെയിനിങ് ഇവർക്ക് നൽകുന്നുണ്ടല്ലോ. ഇവർക്ക് കാലങ്ങളായിട്ട് 2020 TDRF എന്ന വളണ്ടിയർമാരെ നമ്മൾ പരിചയപ്പെടുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ മലപ്പുറം സ്റ്റേഷനിലായിരുന്നു ഞാൻ. അന്ന് ഇവിടെ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എടവണ്ണപ്പാറയും കൊണ്ടോട്ടിലെ ഒരു ചെറുപ്പക്കാർ ഒന്നിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ വളർത്തി കൊണ്ടുവരേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത്രയും യാതൊരു പ്രതിഫലം കൂടാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അവരെ ശക്തിപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരെ എല്ലാ ട്രെയിനിങ് കൊടുത്ത് ട്രെയിൻഡാക്കി മാറ്റാൻ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പം ദുരന്ത സ്ഥലത്ത് സാധാരണക്കാർ എത്തുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു കൃത്യമായൊരു നിയന്ത്രണത്തിലായിരിക്കും ഇവർ എത്തുന്നത്. കാരണം ഇവർക്ക് കൃത്യമായൊരു പരിശീലനം ലഭിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഈ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ ഈ അരീക്കോട് മുതൽ, അതായത് ഏറനാട് മണ്ഡലം, കൊണ്ടോട്ടി മണ്ഡലം, വള്ളിക്കുന്ന് മണ്ഡലം, വേങ്ങര മണ്ഡലം, ഈ 4 പ്രദേശങ്ങൾ ഒത്തുചേർന്ന ഈ പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല. ഇത്രയും പ്രദേശം സർക്കാർ സംവിധാനം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലങ്ങളാണ്. 4 മണ്ഡലം ഒന്നിച്ചേർന്ന അത്രയും വലിയൊരു ഭൂപ്രദേശമാണ്. ഇവിടെ നടക്കുന്ന ഓരോ ആക്സിഡന്റുകൾക്കും പ്രധാന അത് വഹിക്കുന്ന മലപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ മഞ്ചേരിയിൽ നിന്നൊക്കെ വരുമ്പോഴേക്ക് 10-25 കിലോമീറ്റർ മീഞ്ചന്ത എന്നൊക്കെ വരുമ്പോഴേക്ക് ഈ പ്രവർത്തനം കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അപകടങ്ങളിൽ ദുരന്തം കൂടിയിരിക്കും. അപ്പോൾ അതിനെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഈ TDRF എന്ന സേന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മളൊരു കിണറ്റിലൊരാൾ വീണാൽ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്ക് 10-25 കിലോമീറ്റർ മലപ്പുറത്തുനിന്നോ മഞ്ചേരിന്നോ ഓടി എത്തുമ്പോഴേക്ക് വളരെ ഗൗരവമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവരടുത്ത് തന്നെ ഇവർ എത്രയോ രക്ഷാപ്രവർത്തനങ്ങൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു TDRFനെ വളരെ ട്രെയിൻഡായിട്ട് കുറെ കൂടി പരിശീലനം നൽകാനും ക്ലാസുകൾ നൽകാനും കൂടുതൽ ട്രെയിൻഡാക്കാനും നമ്മൾ വേണ്ടി ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കും. തീർച്ചയായിട്ടും ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് സ്ത്രീകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവരെ രക്ഷിക്കാനായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള TDRF വളണ്ടിയർമാർ ഇവിടെ ഉണ്ട്. ഈ സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടല്ലോ. എന്ത് ആവശ്യത്തിന് വിളിച്ചാൽ ഞങ്ങൾ എപ്പോഴും ഓടിയെത്തും. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾ ആവശ്യമുള്ളിടത്തേക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാനോ കൂട്ടിയിരിക്കാനോ എന്തിനൊക്കെ വേണമെങ്കിലൊക്കെ ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഓടിയെത്താറുണ്ട്. കൃത്യമായ ട്രെയിനിങ് ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ട്രെയിനിങ് ലഭിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതെ. എത്ര കാലമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് കൂടിയതിന് മാത്രം നമുക്ക് എത്രയോ മെച്ചങ്ങളാണ് കിട്ടിയത്. നമ്മള് ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായിട്ട് അതിന്റെ മേപ്പാടി സ്കൂള് ഒക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം നമ്മൾ പോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ 3-4 പ്രാവശ്യമായിട്ട് ക്ലീനിങ്ങിന് പോയി. പിന്നെ തൃശ്ശൂര് പോയി. പിന്നെ ഭിന്നശേഷി കുട്ടികളെ കല്യാണമൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അതിൽ കുറച്ച് കുട്ടികളൊക്കെ കല്യാണങ്ങളൊക്കെ ശരിയാക്കി. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ തിരൂര് സ്കൂളിന്റെ പരിപാടി ഉണ്ടായിനി, അപ്പം അതിൽ പോയി. അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി എല്ലാം ചെയ്യാറുണ്ട്. ഒരു വിളിക്കുമ്പോ ഞങ്ങൾ സൗകര്യം പോലെ ഞങ്ങൾ പോകുന്നുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന വലിയ ആത്മവിശ്വാസം, സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. എന്താ വെച്ചാൽ നമുക്കൊരു എല്ലാരും സഹായിക്കാന്ന് പറഞ്ഞത് നല്ലൊരു സന്തോഷപ്പെട്ടതാണല്ലോ. ഒരു ദുരന്തത്തിൽ നിന്നൊക്കെ എല്ലാരും രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാല് നമ്മളെല്ലാ കാര്യത്തിനും ഇറങ്ങുന്ന ഇതുമാണ് കാര്യമാണ്. അതുകൊണ്ട് എല്ലാതിലും നമ്മൾ ഓടിയെത്തും. ഇനിയും അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പം
മലപ്പുറം ജില്ലയിലെ നിന്ന് തുടങ്ങിയ TDRFന്റെ ഈ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ മറ്റു പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ സന്നദ്ധ സേവനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളടക്കം ഇവരുടെ സഹായങ്ങൾ തേടാറുണ്ട്. നമ്മൾ ഇവരുടെ യൂണിഫോമും ഒക്കെ കണ്ട് പലപ്പോഴും റോഡുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം റിസ്ക് എടുത്താണ് അവർ വരുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. സ്വന്തം റിസ്കിൽ, സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് അവരെല്ലാം ഈ സന്നദ്ധ പ്രവർത്തനവുമായി ഇത്തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മലപ്പുറം ജില്ലയിൽ നിന്ന് രൂപം കൊണ്ട TDRF ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.